CPIMന്റെ പോളിറ്റ് ബ്യൂറോ അംഗമായ MA ബേബി പാർട്ടിയുടെ ജനറൽ സെക്രട്ടറി സ്ഥാനത്തേക്ക് എത്തിയപ്പോൾ തന്നെ കണ്ണൂർ ലോബിക്ക് വലിയ കല്ലുകടിയായിരുന്നു. ഒരു തെക്കൻ കയറി CPIMന്റെ അമരത്തിരിക്കുന്നതിലുള്ള വിയോജിപ്പ് അവർ പല രീതിയിൽ പ്രകടമാക്കാൻ തുടങ്ങി. MV ഗോവിന്ദൻ സംസ്ഥാന സെക്രട്ടറി മാത്രമാണല്ലോ. എന്നാൽ CPIMൽ കാര്യങ്ങളെല്ലാം തീരുമാനിച്ച് അന്തിമ നടപടി കൈക്കൊള്ളുന്നത് സംസ്ഥാന സെക്രട്ടറിയാണ് എന്ന് പരക്കെ ഒരു ഖ്യാതിയുണ്ട്. ജനറൽ സെക്രട്ടറി സ്ഥാനത്തേക്ക് യെച്ചൂരി ആയിരുന്നപ്പോഴും യെച്ചൂരിക്ക് വലിയ പവറൊന്നും ഇല്ലായിരുന്നു എന്നാണ് പൊതുവെ ഉള്ള കേട്ടുകേൾവി. എന്നാൽ ഒരു മലയാളി, പ്രത്യേകിച്ചും ബേബിയെ പോലൊരാൾ വരുമ്പോൾ അതിൻ്റേതായ എഫക്റ്റ് കാണുമല്ലോ. പാർട്ടിയിൽ വലിയ തോതിൽ ഒറ്റപ്പെട്ടു നിൽക്കുന്ന ജി സുധാകരനെ അടക്കമുള്ളവരെ അനുനയിപ്പിക്കാൻ MA ബേബി തയ്യാറാവുകയാണ്. അത് പാർട്ടിയെ ഒറ്റക്കെട്ടായി മുന്നോട്ട് കൊണ്ടുപോകാനല്ല, പിണറായി വിജയനെ പോലുള്ള ധിക്കാരം നിറഞ്ഞ രാഷ്ട്രീയ പ്രവർത്തനം നടത്തുന്നവരെ, അവരാണ് പാർട്ടിയുടെ എല്ലാം എന്ന് കണക്കാക്കുന്നവരെ ഒരു പാഠം പഠിപ്പിക്കാൻ തന്നെയാണ് ബേബി സഖാവിൻ്റെ തീരുമാനമെന്ന് വ്യക്തം. ജി സുധാകരനെ കൂടെ ഇരുത്തി സുധാകരൻ സാർ എന്ന് വിളിക്കുകയാണ്. അദ്ദേഹം പണ്ട് രാഷ്ട്രീയ പ്രവർത്തനം നടത്തുന്ന കാലഘട്ടത്തിൽ പഠിപ്പിക്കുകയും ചെയ്യുമായിരുന്നു എന്നുള്ളത് പറഞ്ഞുകൊണ്ട് MA ബേബി ജി സുധാകരനെ അങ്ങ് പൊക്കി അടിച്ചു. ജി സുധാകരൻ അത് നല്ലവണ്ണം ഇഷ്ടമായി എന്ന് മാത്രമല്ല, MA ബേബി ഒരു കറകളഞ്ഞ രാഷ്ട്രീയ നേതാവാണ് എന്നൊരു സർട്ടിഫിക്കറ്റ് കൂടി വാങ്ങിയാണ് അദ്ദേഹം വേദി വിട്ടത്. ജി സുധാകരനെ ആലപ്പുഴയിൽ M നാസറും AM ആരിഫും സലാമും കൂടെ പറയാൻ ഇനി ഒന്നും ബാക്കി വെച്ചിട്ടില്ല. അദ്ദേഹത്തിലെ കുലംകുത്തിയാക്കി ചാപ്പ കുത്താൻ എല്ലാ തരത്തിലും ശ്രമങ്ങൾ നടത്തിക്കൊണ്ടിരുന്നത് M നാസറാണ്. അവർക്കൊക്കെ പെടലിക്ക് കൊടുക്കുന്ന മറുപടിയാണ് ഇപ്പോൾ MA ബേബി ചെയ്തത് എന്ന് വ്യക്തം. തോമസ് ഐസക്കിനെയും വളരെ വൈകാതെ ചെന്ന് കാണും. MA ബേബി 2006-11 കാലഘട്ടത്തിൽ വിദ്യാഭ്യാസ മന്ത്രിയായിരുന്നപ്പോൾ തൻ്റെ ക്യാബിനറ്റ് കൊളീഗ്സ് ആയിരുന്ന വ്യക്തികളാണ് ജി സുധാകരനും തോമസ് ഐസക്കും എല്ലാം. തോമസ് ഐസക്കും സുധാകരനും പിന്നീട് ഒന്നാം പിണറായി മന്ത്രിസഭയിലും വകുപ്പ് മന്ത്രിമാരായിരുന്നു എന്നുള്ളത് എടുത്തു പറയേണ്ട കാര്യമാണ്. നിലവിലെ രാഷ്ട്രീയ സാഹചര്യത്തിൽ കേരളത്തിൽ മൂന്നാമതും ഒരു ഭരണ തുടർച്ച ഉണ്ടായാൽ LDF തകർന്ന് തരിപ്പണമാകും എന്ന് പറയാതെ പറയുകയാണ് ജി സുധാകരൻ. ധാർഷ്ട്യം അതിൻ്റെ അങ്ങേയറ്റം എത്തി നിൽക്കുകയാണ്. അഹങ്കാരം മത്തുപിടിച്ച ബംഗാളിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് എന്താണ് ഉണ്ടായതെന്നും ത്രിപുരയിൽ എന്താണ് ഉണ്ടായതെന്നും വളരെ വ്യക്തമായി തന്നെ പറഞ്ഞു കൊടുക്കേണ്ട കാര്യമില്ലല്ലോ എന്നുള്ളതാണ് ജി സുധാകരൻ്റെ ഒരു ലൈൻ. അഴിമതിയിൽ നിറഞ്ഞു നിൽക്കുമ്പോൾ BJPയുമായി കേന്ദ്രത്തിൽ അഡ്ജസ്റ്റ്മെൻറ്റ് നടത്തുന്ന കളിക്കെതിരെ ബേബി തുറന്നടിക്കും. സംസ്ഥാന സെക്രട്ടേറിയറ്റ് ആയിരുന്നാലും കേന്ദ്ര സെക്രട്ടേറിയറ്റ് ആയിരുന്നാലും ഇനി ബേബിക്ക് ചില കാര്യങ്ങളൊക്കെ ഉണ്ട്. ബേബി അങ്ങ് ഡൽഹിയിലോട്ട് നാടുകടത്തി പിണറായി സുഖമായി ഭരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. പക്ഷേ ഗത്യന്തരമില്ലാതെ ബേബി ജനറൽ സെക്രട്ടറി ആക്കേണ്ടി വന്നതിൻ്റെ ജാള്യത പിണറായിയുടെ മുഖത്തുണ്ട്. ബേബി കളികൾ കളിക്കാൻ തുടങ്ങിയിട്ടേ ഉള്ളൂ.